പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ ഗ്രൂപ്പ് സ്റ്റേജ് അത്യാവശ്യം നല്ലൊരു ഫിക്സ്ചറായിരുന്നു നമ്മുടെ ഈ മാച്ച് എന്ന് വേണം പറയാൻ പറ്റും. പക്ഷേ പോർച്ചുഗലിനെ സംബന്ധിച്ച് ഭയങ്കര ഷോ ആയി പോയെന്ന് വേണം പറയാൻ. കാരണം കൊളംബിയയെ സംബന്ധിച്ച് അവർക്ക് ഡ്രോ മതിയായിരുന്നു. പക്ഷേ അവർ കളിച്ചത് അറ്റാക്കിംഗ് ഫുട്ബോളും. പോർച്ചുഗലിന് എന്തായാലും വിന്ന് വേണമായിരുന്നു. എന്നിട്ട് ഇവരെന്ത് ടാറ്റിക്സ് ഉപയോഗിച്ച് കളിച്ചതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഭയങ്കര ഷോകം കളിയാണ്. പോർച്ചുഗൽ ഇങ്ങനെ പോയാൽ എത്ര ഘട്ടം കടന്ന് എത്ര കളി ഇനി മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം. കാരണം ഇനി ക്രൊയേഷ്യയായിട്ട്, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പെയിനായിട്ട്, ഇനി എത്ര മുന്നോട്ട് പോകുമെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. അങ്ങനത്തെ ഒരു പെർഫോമൻസാണ് ഇപ്പോൾ പോർച്ചുഗലിൻ്റെ ഭാഗത്തുനിന്ന്. എന്തായാലും കളി മാറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും മുന്നോട്ട് പോകത്തില്ല, നേരത്തെ ഉറപ്പാണ്. പോർച്ചുഗൽ ഫാൻസ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ആകെ ഗോൾ കീപ്പറിൻ്റെ ഒരു പെർഫോമൻസ് ആണ്, അത് നൈസായിരുന്നു. അതേ ഉള്ളൂ, ബാക്കിയെല്ലാം കണക്കാണ്, പറയാനൊന്നുമില്ല. അടുത്ത നമ്മുടെ അർജൻറ്റീനയുടെ കാര്യം പറയുകയാണെങ്കിൽ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ പറയാം. എന്ത് കളി! മെസ്സിയൊക്കെ സെക്കൻഡ് ഹാഫിൽ വരുന്നു, ഫ്രീ കിക്ക് അടിക്കുന്നു. മെസ്സി ഫാൻസിനും അർജൻറ്റീന ഫാൻസിനും എന്തുകൊണ്ടും അടുത്തൊരു വേൾഡ് കപ്പ് എന്ന് പ്രതീക്ഷ വെക്കാൻ പറ്റുന്നൊരു പെർഫോമൻസ്.